ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ബ്രാല് കറി വെച്ചാലോ? വരാൽ എന്നൊക്കെ ഇതിനെ പറയൂട്ടാ. നമ്മൾ ആദ്യം തന്നെ ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചുവന്നുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, തക്കാളി ഇട്ട് കൊടുത്തുട്ടാ. പിന്നീട് അതിന് ശേഷം നമ്മൾ പൊടികളാണ് ചേർത്തത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഉടച്ച് മിക്സ് ചെയ്യാട്ടാ. അത് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൂട്ടുക. ചാറ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം മിക്സ് ചെയ്യുക കേട്ടോ. പിന്നീട് അതിലേക്ക് നമ്മൾ കുടപ്പുളിയാണ് ചേർക്കുന്നത്. കുടപ്പുളി ഇട്ട് കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. നന്നായി തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് മീൻ ആഡ് ചെയ്യാൻ പാടുള്ളൂ. മീൻ അധികം വേവ് വേണ്ടല്ലോ. അപ്പോൾ കറി നന്നായി ഒന്ന് സെറ്റായതിന് ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. മീനിട്ടിട്ട് നല്ലോണം കുത്തി ഇളക്കാൻ പാടില്ല, മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതങ്ങനെ നന്നായി തിള വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായി തിള വന്ന് മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി അതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ കുത്തി ഇളക്കാൻ പാടില്ല, മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നീട് അധികം തിള വരാൻ പാടില്ല, ഒരു ചെറിയ തിള വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ആ തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി ഇറക്കി വെക്കാം കേട്ടോ. ഇനി അതിലേക്ക് കാച്ചണ പരിപാടിയാണ്. അതിനായിട്ട് നമ്മൾ ചുവന്നുള്ളിയാണ് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു ഫ്ലേവറിനും നല്ല സ്മെല്ലിനും വേണ്ടിയിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കാച്ചൽ കഴിഞ്ഞു. കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കുറച്ച് മീൻ നമ്മൾ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള കൂട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മീനിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് അതിന് കുറച്ച് നേരം സെറ്റാവാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വരാൽ വറുത്തത് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വരാലിൻ്റെ കറി കഴിച്ചത് നമ്മുടെ കൊള്ളിയുടെ കൂടെയാണ്. കൊള്ളിയുടെ കൂടെ നല്ലൊരു വരാലിൻ്റെ കഷ്ണവും കുറച്ച് ചാറ് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലൊരു പടപടച്ചു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റെസിപ്പി നോക്കി ട്രൈ ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.